Good afternoon. Good afternoon. Good afternoon. Okay. Good afternoon. Okay, now let's class reach. Okay. Good afternoon, ma'am. Okay, Adrian. Good afternoon. Anu. Okay. Good afternoon. കഴിച്ചു. ഇതൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിച്ചോ? കഴിച്ചു. ചൂട് എങ്ങനെയുണ്ട്? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? സൂപ്പറാണല്ലേ? ഓക്കെ. അത് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ചൂട്. തകർന്നു പോകല്ലേ? ക്ഷീണത ചൂടേ. ഒരു മഴ പെയ്യണമെങ്കിൽ സമാധാനം ഉണ്ട്. മഴ പെയ്യുന്നില്ല. ക്ലാസ് തുടങ്ങാനോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനോ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ജനറൽ ആക്ടുകൾ പഠിച്ചിരുന്നു. 10 ജനറൽ ആക്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും വർഷം ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചപ്പോ നോക്കിയാ നമ്മൾ പറഞ്ഞ ഒരു ടിപ്പൊക്കെ ഉപയോഗിച്ച് നോക്കിയാ നോക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. പഠിച്ചെടുക്കണം കേട്ടോ. വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ തുടങ്ങിയത് ലോ ഓഫ് ടോർട്ട് ആണ് അല്ലെ? ടോർട്ട് നിയമത്തെ പറ്റിയിട്ടാണ്. ടോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ടോർട്ട് നിയമം? അതായത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്വത്തിന് അവകാശങ്ങൾക്കൊക്കെ പരിക്കോ ദോഷമോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അല്ലെ? ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഒരു ബ്രാഞ്ചാണ് ടോർട്ട് ആക്ട് എന്ന് പറയുന്നത് അല്ലെ? ടോർട്ട് നിയമം. പിന്നെ ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ? ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് അല്ലെ? അതിന്റെ മീനിങ് എന്താന്നാ പറഞ്ഞത്? ട്വിസ്റ്റഡ് ഓർ ഫ്രൂട്ട് അല്ലെ? സൗന്ദര്യ കണ്ടില്ലല്ലോ ക്ലാസ്സിലെ? സൗന്ദര്യം കിട്ടില്ലേ? സൗന്ദര്യാന്ന് തോന്നുന്നു അല്ലെ ക്ലാസ്സില്? കേറിയിട്ടില്ല. ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നോ ക്ലാസ്സിന്? അപ്പൊ നമ്മള് ടോർട്ടും അതിന്റെ എക്സാമ്പിളുകളുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. എന്തൊക്കെയാണ് ടോർട്ട് നിയമത്തിന്റെ എക്സാമ്പിൾ പഠിച്ചത്? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ആക്ട് ഓഫ് ഒമിഷൻ, നെഗ്ലിജൻസ്. ഓക്കെ. ശ്രീജനെ കണ്ടിട്ട് കുറെ കാലമായില്ല. എവിടെ പോയി? നെറ്റൊന്നും ഇല്ലാത്ത സ്ഥലത്താന്നൊക്കെ പറയാൻ കേട്ടില്ല. എവിടെ പോയായിരുന്നു? അന്വേഷിച്ചപ്പോ പറഞ്ഞു നെറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താന്ന് പറഞ്ഞു. നെറ്റ് ഇന്നലെ കിട്ടി. ഓക്കെ. കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിലൊന്നും കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. ഇവിടെ ഞാൻ ഞാൻ സാധാരണ ഒരു 18 ഒരു ക്ലിയർ ആവുന്നില്ല സൗണ്ട്. ആണോ? ഇവിടെ സാധാരണ വരുമ്പോ ഞാനേ വൈഫൈ ഒന്നും എടുക്കാറില്ല. ഞാനൊരു 12 days 15 daysലും ഇത് ഞാൻ ഇവിടെ നിക്കാറില്ലല്ലോ. ഇപ്പോ ഞാൻ കഴിഞ്ഞൊരു സെപ്റ്റംബർ തൊട്ട് ജനുവരി വരെ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇങ്ങനെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. പിന്നെ മൊബൈൽ ഡാറ്റ മാത്രം മതിയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കുറെ നോക്കി.
പിന്നെ അവർക്ക് അത് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു കണക്കിന് ഇന്നലെ കിട്ടി. അത് ശരി. അതാണ് ഇത്രയും നാളെ കാണാതിരുന്നതല്ലേ? അതെ അതെ. ഓക്കെ. ന്യൂസ് പേപ്പറോ? അത് ബാത്റൂമില് നോക്കിയോക്കും. അതല്ലേ അതൊക്കെ പിന്നെ എടുത്തിട്ടുണ്ടാവും. പോയാമോ? ആ ശരി എന്നാ. ശരി. ഓക്കെ, അങ്ങനെ സിജിക്ക് വൈഫൈ ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ ഇനിയിപ്പോ ഉള്ള ക്ലാസ്സിലൊക്കെ കാണാൻ പറ്റും അല്ലേ? ഇനി ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ കരുതിയിട്ട് എല്ലായിടത്തും ടൂറൊക്കെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ പറഞ്ഞതും ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീരിലെത്തിന്ന്. പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആരെയും കിട്ടിയില്ല കൂടെ പോയാ. സീജ കാശ്മീരിലൊക്കെ ആണെന്ന് വിചാരിച്ചു. ചൂടല്ലേ, അപ്പൊ പതുക്കൊന്നാ മതി എല്ലാം നേരിട്ട് അവിടെ നിന്നിട്ടുണ്ടാവുന്നേക്ക്. ഇവിടത്തെ ഒന്നും പറയണ്ടതേ, ഉച്ചയാകുമ്പോഴത്തേനും കണ്ണങ്ങടെ അടഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരു 12:30 മുതൽ 4 വരെ ഞാനൊന്ന് കിടന്ന്, എന്നാലേ ക്ലാസ്സില് കണ്ണു തുറന്നിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാ കണ്ണു തുറന്നിരിക്കണം എനിക്കറിയാൻ പാടില്ല. എനിക്കൊന്നും കണ്ണു തുറന്നിരിക്കില്ലല്ലോ, അത് ഉറക്കത്തിലാന്ന് എനിക്ക് തോന്നണേ ക്ലാസ്സില്. ഇടയ്ക്ക് ഞാനൊന്ന് ശബ്ദം കൂട്ടി ചോദിക്കുമ്പോ മാത്രം ഇടയ്ക്ക് തമ്പൊക്കെ കാണാറുണ്ട്. ഉറക്കത്തിലാന്ന് തോന്നുന്നത്. അയ്യോ, ഇവിടെ ചൂട് കാരണം സഹിക്കാൻ മേല. ചൂടിട്ട് രക്ഷിങ്ങനത്തെ ചൂടാണ് അല്ലേ? അതെ. ക്ഷീണം തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും വലിയ ഒട്ടും വയ്യ. ശരിക്കും പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും. പിന്നെ എന്താന്ന് വെച്ചാൽ ആ സമയത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒട്ടും ഉറക്കം വരില്ല. മൊത്തത്തിലാകെ പ്രശ്നമാണ്. പിന്നെ ഡോട്ട് ഷെഡിങ് വേറെ അങ്ങനെയൊക്കെ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രാത്രി കിടക്കാൻ നേരത്താണ് ഇത് ഉറക്കിട്ട് അതാണ് ഏറ്റവും വലിയ പാട്. കാരണം ഇവിടെ ഇപ്പൊ നല്ല ഇടിവെട്ട് ഈ മഴക്കാലുണ്ട്. എനിക്കൊന്ന് മഴക്കാലം നിൽക്കുമ്പോ കുറച്ചും കൂടി ചൂട് കൂടുതലിട്ട് നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ട്. അടുപ്പിച്ചിട്ട് മഴ പെയ്യാതെ നല്ലതായിരുന്നു. പക്ഷെ കാര്യമൊന്നും ഞാൻ ഇന്നലെ ഇവിടെ ഭയങ്കര ഇടി കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചൊരു നല്ല മഴ പെയ്യുമായിരിക്കും. എവിടെയൊന്നും പെയ്യും. ചിലപ്പോ കാറ്റ് വീശി അങ്ങനെ പോകും. പലപ്പോഴും ഞാൻ ഇവിടെ വൈകിട്ടൊക്കെ പോകുന്ന സമയത്ത് മഴക്കാലം ഇപ്പൊ പെയ്യുന്നത് പോലെ നിൽക്കും. പക്ഷെ അവിടെ ഞങ്ങൾ ഇനി നല്ല ഒത്തിരി മഴയൊക്കെ പെയ്തിട്ടുണ്ട്. മഴയൊന്നും പെയ്യുന്നില്ല. ഇടിവെട്ടൊക്കെ ഉണ്ടാവും. ഇടിവെട്ടൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ ഈ പറഞ്ഞോണം ഒരു മെയ്യൊക്കെ പകുതിയൊക്കെ ആവുമ്പോഴേക്കും മഴ വരയ്ക്കും വിചാരിക്കാം. കാര്യം ഈ പറഞ്ഞോണം ഒട്ടും സഹിക്കാൻ പറ്റില്ല ചൂട്. അവർക്കിട്ടുണ്ട് പാമ്പിന്റെ ശല്യം ഒക്കെ കൂടെ ആയിട്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാ ജനലിനും വാതിലിനും നെറ്റിട്ട് വെച്ചേക്കും. അത് കാരണം ആ ഒരു ധൈര്യം ഉണ്ട്. ഇവിടെ പാമ്പിന്റെ ശല്യമുള്ള ഏരിയ. പിന്നെ ഇവിടെ ചെറിയ ചേരയൊന്നും അല്ല. ഇവിടെ അണലി, വെള്ളിക്കട്ടൻ, മൂർക്കൻ, കരിമൂർക്കൻ അങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അത് കാരണം പടുത്തപ്പോ തന്നെ മുന്തിയനങ്ങളെ മാത്രമേ ഞങ്ങള് വളർത്തണുള്ളൂ. ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ തന്നെ കേട്ടോ. അണലിയൊക്കെയാണ്, നല്ല വലിയ അണലിനെ കിട്ടും. മൂർക്കൻ, അണലി, മൂർക്കൻ മെയിൻ ആയിട്ട്. വെള്ളിക്കട്ടൻ, കരിമൂർക്കനൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ലേ, പക്ഷെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ കരിമൂർക്കൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കരിഞ്ചേരി മൂർക്കൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേര കുഴപ്പമില്ല, ചേരക്ക് വിഷമില്ല. പക്ഷെ ബാക്കിയുള്ള ഒക്കെ പ്രശ്നമാണ്. കരിഞ്ചേരക്ക് വിഷമുണ്ടോ എനിക്കറിയില്ല. മഞ്ഞച്ചേരാന്ന് കേട്ടിട്ടുണ്ടല്ലോ, കരിഞ്ചേരാന്ന് സത്യത്തെ പറയാൻ ഇവിടെ ഒക്കെ ഉച്ചയ്ക്ക് ശേഷം മഴയായിരുന്നു. സത്യത്തിന്റെ ഭാഗ്യം ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ മഴ വരുന്നു. അപ്പൊ വളരെ നല്ല സുഖമായിരിക്കും.
ഓക്കെ. ഒക്കെ മഴ കേട്ടിട്ട് അവര് ഭാഗ്യവാന്മാര്. അതെ അതെ, അതാണ് സത്യത്തെ പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം മഴയെന്ന് പറയുമ്പോ ഞാൻ ക്ലാസ്സിലേക്ക് ഉറങ്ങിയായിരിക്കും സത്യത്തെ. അങ്ങനെയാണോ? ഉച്ചയ്ക്ക് ശേഷം മഴ വരുമ്പോ നല്ല സുഖമൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങട്ടോ, അറിയുമ്പോ വരണ്ട. ഇല്ലില്ല, മഴ ഒരു 2 മണിക്ക് ശേഷമാണ് മഴ പെയ്യുന്നത്. അവിടെ ഡെയിലി മഴയുണ്ടോ? ഇപ്പൊ 2 ദിവസമായിട്ട് ഡെയിലി ഉണ്ട്. ഓ, നിങ്ങളാണ് ഭാഗ്യം. അതുകൊണ്ട് ചൂട് ഇച്ചിരി കുറവുണ്ട്. ഞാൻ അന്വേഷിച്ചിരിക്കുന്ന ഇപ്പൊ വെങ്ങോലി അല്ല അന്വേഷിച്ച ഞാൻ വെങ്ങോലി അല്ല താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. വെങ്ങോലി അവിടെ കല്യാണം തിരിച്ചു വന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട് മേടിച്ചത് നെടുമ്പാശ്ശേരിയിലാണ്. ഇപ്പൊ താമസം. ശരി, കേട്ടോ. ക്ലാസ് തുടങ്ങാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ടോക്ക് നിയമത്തിന്റെ എക്സാമ്പിളുകൾ പഠിച്ചിട്ടാ. ബാറ്ററി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മിസ്സലേനിയസ് ടോക്സ് ആണ് കേട്ടോ. അതായത് ടോക്കിന് മറ്റു കുറച്ച് എക്സാമ്പിളുകൾ കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ന്യൂയിസൻസസ് ആണ് കേട്ടോ. പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറയുമ്പേ ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, നമുക്ക് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതൊക്കെ ഏതിന്റെ കീഴിലാണ് വരുന്നത്? ടോക്ക് നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് മിസ്റെപ്രസെന്റേഷൻ. പറഞ്ഞിട്ട് ഡെസിറ്റ് കേട്ടോ. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് ആണ് അല്ലെ. നമ്മൾ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെ. അതാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഡെസിറ്റ് ആണ്, ശരിക്കും വഞ്ചനയാണ് അല്ലെ. തെറ്റായ കാര്യങ്ങൾ നൽകിയിട്ട് അല്ലെ, ഒരാൾക്ക് തെറ്റായ കാര്യങ്ങൾ നൽകി അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നതാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ആണ്, അതൊരു വഞ്ചനയാണ് അല്ലെ. അതും ഏതിന്റെ കീഴിലാണ് വരുന്നത്? ടോക്കിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഡിഫമേഷൻ ആണ് കേട്ടോ. ഡിഫമേഷൻ. ഓക്കെ, ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് അപകീർത്തിപ്പെടുത്താം, അപവാദം പറഞ്ഞു വരുത്താം, അതൊക്കെയാണ് എന്ത്? ഡിഫമേഷൻ. രണ്ടും ഉണ്ട്, സ്ലാൻഡറും ഉണ്ട്, ലിബനും ഉണ്ട്. സ്ലാൻഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നതാണ് എന്ത്? സ്ലാൻഡർ എന്ന് പറയുന്നത്. മോശമായിട്ട് നമ്മൾ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുക. പറയാലോ, നമുക്ക് ഒരാള് ശരിക്കും ഒരു കാര്യം ഒരാൾ കേൾക്കുന്നു, അയാള് വേറൊരാളോട് പറയുന്നു, അയാൾ മറ്റൊരാളോട് പറഞ്ഞ പോലെ എത്രയോ ആളുകളിന് കൈമാറി വരുമ്പോഴേക്കും വേറൊരായി മാറുണ്ടായിരുന്നു അല്ലെ. അതെ, അപ്പൊ അതുപോലെ തന്നെയാണ് സ്ലാൻഡർ. ഒരാളെ പറ്റിയിട്ട് നമ്മൾ മോശമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതി പ്രചരിപ്പിക്കുന്നേ. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലും പറ്റി മോശമായിട്ട് എഴുതാം അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, എന്താണ് ജിജി ക്ലാസ് ഉണ്ടായിരുന്നു? ജിജി ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഭർത്താവിന്റെ പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ആരായിരുന്നു? നിഷമിസ് ഉണ്ടായിരുന്നു അല്ലെ. നിഷമിസ് പിന്നെ അശ്വതി മിസ് ആയിരുന്നോ? അശ്വതി മിസ് അല്ലാന്ന് തോന്നുന്നു, രാമഭദ്ര മിസ് ആണോ എനിക്കറിയില്ല. ഓക്കെ, ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, റെക്കോർഡഡ് ക്ലാസ്സിൽ ഉണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞതിനാണ് ആദ്യ മിസ്സിന്റെ ക്ലാസ്. അപ്പൊ അതൊക്കെ സ്ലാൻഡറും ലിബലും കേട്ടോ. അപ്പൊ സ്ലാൻഡർ എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റിയിട്ട് എഴുതി മോശമായിട്ട് നമ്മൾ എഴുതി പ്രചരിപ്പിക്കുന്നതിന് ലിബൽ എന്ന് പറയും. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഡിഫമേഷൻ ആണ് അല്ലെ. അപകീർത്തിപ്പെടുത്തുക, അപവാദം പറയാനുള്ള അർത്ഥമാണ് കേട്ടോ. അതൊക്കെ ഏതിന്റെ കീഴിലാണ് വരുന്നത്? ടോക്ക് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് ദുരുദ്ദേശത്തോടുകൂടി നമ്മള് വിചാരണ ചെയ്യുക. അതായത് ഒരാളെ നമ്മൾ മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കേട്ടോ. പ്രത്യേകിച്ച് മതിയായ തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറയുക, ഒരാളെ പറ്റി ഒരാളെ വിചാരണ ചെയ്യാൻ ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മലീഷ്യസ് പെർസിക്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്, ടോപ്റ്റ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ടോപ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് എക്സാമ്പിളുകൾ ഇപ്പൊ നമ്മൾ കണ്ടുട്ടോ. ഇതൊക്കെയായിരുന്നു ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ആക്ട് ഓഫ് ഒമിഷൻ, നെഗ്ലിജൻസ്, ഇന്റൻഷണൽ ഇന്റർഫറൻസ്, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, ബാറ്ററി. പിന്നെ അത് കൂടാതെ വരുന്ന മറ്റു ടോപ്റ്റുകളാണ് ന്യൂസൻസസ്, മിസ്റെപ്രസെന്റേഷൻ, ഡിഫമേഷൻ, മലീഷ്യസ് പെർസിക്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കളുടെ സംരക്ഷണങ്ങൾക്കും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു ആക്ട് ആണ് കേട്ടോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പോയിന്റാണ് ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് 1st September 1987. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ആക്ട് എന്നാണ് നിലവിൽ വരുന്നത്? 1987 സെപ്റ്റംബർ 1 കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി. ഇപ്പൊ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ 1986 കാണാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് 1987 സെപ്റ്റംബർ 1 കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് അറിയോ? ഈ ആക്ടിന്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് അലീസ? അത് ശരി, അലീസയുടെ ബർത്ത്ഡേ ആണല്ലേ സെപ്റ്റംബർ 1. ഓക്കെ, അലീസ മറക്കില്ല. അത് ശരി. ഓക്കെ, സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, സെപ്റ്റംബർ 1 അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അനീസ അത് മറക്കൂല. 1987 സെപ്റ്റംബർ 1 കേട്ടോ. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജ് എന്താണ്? മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months അല്ലെ. അതായത് നമുക്ക് കുറഞ്ഞ ചെലവില് നമുക്ക് 3-4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ ഒരുപാട് ഡിലേ ഒന്നും വരില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കേസോ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എന്തെങ്കിലും കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ ചെലവുകളൊന്നും വരുന്നില്ല. വലിയൊരു എക്സ്പെൻസ് ഒന്നും വരാതെ തന്നെ നമുക്ക് 3-4 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഒത്തിരി ഡിലേയോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ എന്തൊക്കെ ആണ് ഈ ഒരു ആക്ട് കൊണ്ട്, ഈ ആക്ട് എന്തൊക്കെ സംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത്? ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ദ റിഡ്രസൽ ഫോർ ഡിഫെക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. കണ്ടോ, ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് നമുക്കറിയാം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ, അതായത് നമുക്ക് കേടുപാടുകൾ വന്നിട്ടുള്ള സാധനങ്ങള്, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസ്, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിൽ വരുന്ന പോരായ്മകള്, അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. നമ്മൾ പറയില്ല അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായ രീതികൾ. അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന രീതിയിലുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ കൊടുക്കാം അല്ലെ. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഇല്ലാത്ത കേടുപാടുകൾ സംഭവിച്ച സാധനങ്ങളോ സേവനങ്ങളോ കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പരസ്യം അല്ലെ, അതായത് ചിലപ്പോൾ നമുക്ക് ആ വിൽപ്പന വേഗത്തിലാക്കാനായിട്ട് നമ്മൾ തെറ്റായ പരസ്യ പ്രചരണങ്ങൾ നടത്താം. ഇതൊക്കെ ഇതിൽ വരുന്നതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിന് ഈ പറയുന്ന ആക്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഓർത്ത് വെക്കാം കേട്ടോ. ഇത് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫെക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് കേടുപാടുകൾ, സാധനങ്ങളുടെ കേടുപാടുകൾക്കും സേവനങ്ങളിലുള്ള പോരായ്മകൾക്കും അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾക്കുമെതിരെ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ 3 പോയിന്റ് പഠിച്ചല്ലോ. എന്താണ് വന്നത്? 1987 സെപ്റ്റംബർ 1. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? വളരെ കുറഞ്ഞ ചെലവില് നമുക്ക് 3-4 മാസങ്ങൾക്കുള്ളിൽ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്തിനുള്ള പരിഹാരങ്ങളാണ്? നമ്മുടെ ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് സാധനങ്ങൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകള്, സേവനങ്ങളിൽ ഉണ്ടാവുന്ന പോരായ്മകള്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു നിയമമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട്
അടുത്തത് ആരാണ് കൺസ്യൂമർ? ഹു ഈസ് എ കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ? അണ്ടർലൈൻ ചെയ്തിരിക്കാം. എ പേഴ്സൺ ഹു ഹയർ എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. എന്താണ് പറഞ്ഞത്? എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം നൽകിക്കൊണ്ട്, ഇവിടെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ പ്രതിഫലം, ഇവിടെ ഉദ്ദേശിക്കുന്ന പേയ്മെന്റ് ആണ് കേട്ടോ. പ്രതിഫലം നൽകിക്കൊണ്ട് സേവനങ്ങളോ സാധനങ്ങളോ കൈപ്പറ്റുന്ന ഏതൊരു വ്യക്തിയിലേക്കും നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ എന്ന് പറയും. ആണല്ലോ. അതാണല്ലോ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊരു പ്രതിഫലം നൽകിക്കൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റുന്ന വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയും. Then, what is meant by deficiency? നമ്മളിവിടെ പറഞ്ഞല്ലോ, ഡെഫിഷ്യൻസിയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ഡെഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത്? Okay, a fault, imperfection, shortcoming or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. നമ്മള് കരാറ് പ്രകാരം നൽകേണ്ട സാധനങ്ങളിലോ അല്ലെങ്കിൽ സേവനങ്ങളിലോ ആ ഒരു ഗുണനിലവാരത്തിലും അതിന്റെ നേച്ചറിലും അതിന്റെ പെർഫോമൻസിലും ഒക്കെ വരിക എന്താണ്? പോരായ്മകള്. അതാണ് എന്ത് നമ്മൾ പറയുന്ന ഡെഫിഷ്യൻസി, അല്ലെ? ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ലഭിക്കുന്ന സാധന സേവന സാമഗ്രികളിലൊക്കെ ഉണ്ടാകുന്ന പോരായ്മകളാണ്, അല്ലെ? പ്രത്യേകിച്ച് ഒരു കോൺട്രാക്ട് പ്രകാരം, അല്ലെ, ഒരു കരാറ് പ്രകാരം നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരത്തിലോ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തിലോ അതിന്റെ എന്താ പറയാ പ്രകടനത്തിലോ, മാനർ ഓഫ് പെർഫോമൻസിൽ അതിന്റെ ആ ഒരു പ്രകടനത്തിലോ വരുന്ന പോരായ്മകൾ, അല്ലെ? ഇതൊക്കെയാണ് അവിടെ ഡെഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിയമലംഘനമായിട്ട് ശരിക്കും നിയമലംഘനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ. അതുമൂലം ഉപഭോക്താവിന് എന്തുണ്ടാവും? സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടവും കാര്യങ്ങളൊക്കെ വരും, അല്ലെ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെഫിഷ്യൻസി. ഓക്കെ, ഇനി പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. കേട്ടോ. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ എന്ത് വരുന്നില്ല? സൗജന്യ സേവനങ്ങൾ വരുന്നില്ല. കേട്ടോ. സൗജന്യമായിട്ട് ലഭിക്കുന്ന സേവനങ്ങളിലൊഴികെ ബാക്കി എല്ലാ സേവനങ്ങളും, ഇപ്പൊ ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, അങ്ങനെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിലൊഴികെ ബാക്കി എല്ലാത്തിലും ഈ പറയുന്ന നിയമം ബാധകമാണ്. കേട്ടോ. സൗജന്യ സേവനങ്ങളില് സൗജന്യമായിട്ട് കിട്ടേണ്ടതല്ല. ഇത് വരെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ട് പ്രകാരം പോരായ്മയുണ്ട്, കുറവുണ്ടെന്നൊന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബിക്കോസ് അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന സേവനം, അതിലത് ബാധകമല്ല. സൗജന്യമായിട്ട് ലഭിക്കുന്ന സേവനങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സേവനങ്ങളിലും ഈ പറയുന്നത് നിയമം ബാധകമായി. ഓക്കെ, അതൊരു എക്സ്ക്ലൂഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ടൈം ലിമിറ്റേഷൻ ആണ്. അതായത് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് അതിന്റെ ആ ഒരു ആക്ട് പ്രകാരം നമ്മൾ എങ്ങനെയാണ് കേസുകൾ ഫയൽ ചെയ്യുന്നത്, പിന്നെ അതിന്റെ നഷ്ടപരിഹാര തുകയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞത് കേട്ടോ. 1987 ആക്ട് അത് പിന്നീട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2019 അങ്ങനത്തെ ചെയ്തിരുന്നു. ഭേദഗതിയൊക്കെ ചെയ്ത് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്. ഉപഭോക്തൃ ഉപദേശക സമിതികളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് ഈ കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷനും കാര്യം കേസുകളും മറ്റും തീർപ്പാക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നഷ്ടപരിഹാര തുകയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവിടെ പരാതി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഓരോരുത്തർക്ക് വരുന്ന നഷ്ടം എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും, അല്ലെ? അപ്പൊ ആ നഷ്ടപരിഹാര തുകയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെ പരാതി കൊടുക്കുക, എവിടെ പരാതി കൊടുക്കണം എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടൈം ലിമിറ്റേഷൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോക്കിയ ഒന്നാമത്തെ പോയിന്റ്, എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിന് ചുരുക്കി എഴുതിയേക്കുന്നതാണ്. CPA മസ്റ്റ് ബി ഫൈൽഡ് വിത്തിൻ 3 years. 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മളൊരു പരാതി പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മള് 3 വർഷത്തിനുള്ളിൽ അതിന്റെ കേസ് നമ്മൾ ഫയൽ ചെയ്തിരിക്കും.
നമുക്കൊരു സാധനം പൈസ കൊടുത്ത് മേടിച്ചു, നമുക്കതിൽ വലിയൊരു നഷ്ടം വന്നു. നമ്മൾ കൊടുത്ത പൈസക്കനുസരിച്ച് ആരും കേട് വന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. തീർച്ചയായിട്ടും നമുക്ക് ആ പൈസ നഷ്ടപ്പെടും അല്ലെ. കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്കൊരു നഷ്ടം സംഭവിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? 3 വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ആ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കണം. കാരണം 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇപ്പോഴും ഓർക്കണം, the claim for compensation under CPA must be filed within 3 years. അതായത് നമ്മൾ CPA അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നഷ്ടപരിഹാര തുകയുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് പരാതികൾ കൊടുക്കേണ്ടത്. നാഷണൽ ഫോറം ഡീൽസ് കേസ് ഗ്രേറ്റർ ദാൻ 30 lakhs അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന കേസുകളൊക്കെയാണ്. 30 ലക്ഷം നഷ്ടപരിഹാരം ഒക്കെ വരുന്ന കേസുകളൊക്കെയാണെങ്കിൽ 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് നാഷണൽ ഫോറത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. എബൌട്ട് 30 lakhs. അതേസമയം സ്റ്റേറ്റ് ഫോറം ഗ്രേറ്റർ ദാൻ 5 lakhs 5 ലക്ഷത്തിന് മുകളിലുള്ള കേസുകളാണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിലും, ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs അതേസമയം 5 ലക്ഷം വരെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ ഡിസ്ട്രിക്ട് ഫോറത്തിലുമാണ് കൈകാര്യം ചെയ്യുന്നത്. പഠിച്ചോ? അത് 30 lakh ഒക്കെ ആണെങ്കിൽ നാഷണൽ ഫോറം, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ഫോറം, 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് പഠിക്കാൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചു നോക്കിക്കോ, ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ. മനസ്സിലാക്കിയാ? ക്ലിയർ അല്ലേ? അടുത്തത് പറയാം അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. പേഷ്യന്റിന്റെ അവകാശങ്ങളാണ്. ഒരു രോഗിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? എന്തൊക്കെയാണ് ഒരു രോഗിയുടെ അവകാശങ്ങള്? ഫസ്റ്റ് വൺ, റെസ്പെക്ട്ഫുൾ കെയർ അല്ലെ. മാന്യമായ ഒരു പരിചരണ ലഭിക്കാൻ അവകാശം ആർക്കുണ്ട്? രോഗിക്കുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മള് എല്ലാ രോഗികൾക്കും ഒരു കാരണവശാൽ അവരോട് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല അല്ലെ. വിവേചനം ചെയ്യാൻ പാടോ? ഇല്ല. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാടോ സാമൂഹിക ചുറ്റുപാടിന്റെ ബേസിൽ ഒരു രോഗികളോട് നമ്മൾ വിവേചനം ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. എല്ലാ രോഗികൾക്കും എന്താണ്? ഒരു മാന്യമായിട്ടുള്ള വിവേചനരഹിതമായ ഒരു പരിചരണം ലഭിക്കാനായിട്ട് അവകാശമുണ്ട് അല്ലെ. റെസ്പെക്ടബിൾ കെയർ. രണ്ടാമത്തെ എന്താണ്? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതുപോലെ തന്നെ ഒരു രോഗിക്ക് അവരുടെ ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയം, അവരുടെ ചികിത്സ, അതുപോലെ അവരുടെ പ്രോഗ്നോസിസ്, അവരുടെ രോഗത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ രോഗം ഭേദമാകാനുള്ള സാധ്യത എന്നിവയെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ഡോക്ടറോട് അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം അവർക്കുണ്ട് അല്ലെ. ഒരു രോഗി വന്ന ആ രോഗിക്ക് അവരുടെ ഡയഗ്നോസിസിനെ പറ്റിയിട്ടോ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് അവർക്ക് തുറന്ന് ചോദിക്കാം. ആ വിവരങ്ങൾ ഡോക്ടർ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതല്ലാതെ ഒരിക്കലും അത് നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ അറിയുന്നത് നിങ്ങളുടെ ആവശ്യവും അല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു റൈറ്റ് ആണ്, ഒരു അവകാശമാണ് രോഗിയെ സംബന്ധിച്ച് അവരുടെ ഡയഗ്നോസിസിനെ പറ്റിയിട്ടും ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും പ്രോഗ്നോസിസിനെ പറ്റിയിട്ടുമുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് അറിയാനുള്ള അവകാശം ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് ദ കൺസെന്റ് അല്ലെ. അതായത് നമ്മളൊരു കൺസെന്റ് കൊടുക്കുന്നത്, ഒരു രോഗി ചികിത്സിക്കാനുള്ള കൺസെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ എല്ലാ വിവരങ്ങളും അല്ലെ, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ ഒരു സർജറി സജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് സർജറിക്ക് സമ്മതം കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സർജറി എന്താണെന്നും
എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, രോഗിക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ രോഗിക്ക് ഡോക്ടറിൽ നിന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതെല്ലാം അറിഞ്ഞ് വ്യക്തമായതിനു ശേഷം മാത്രമാണ് രോഗി എന്ത് കൊടുക്കാൻ പാടുള്ളൂ, കൺസെന്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെ, സമ്മതം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഒരു രോഗി സമ്മതം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിന്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള വിവരങ്ങള് അറിയുന്നതിനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് പറയുന്ന മെഡിക്കൽ കോൺസിക്വൻസസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ഒരു ചികിത്സ നിരസിക്കാനുള്ള ഒരു അവകാശം കൂടെ ആർക്കുണ്ട്, രോഗിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ രോഗിയോട് ഡോക്ടർ സർജറി ആവശ്യപ്പെട്ടു, പക്ഷെ രോഗിക്ക് അത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് നിരസിക്കാം, അത് നിർബന്ധിക്കില്ല. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നിയമം അനുശാസിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ചികിത്സ നിരസിക്കാനുമുള്ള അവകാശം ആർക്കുണ്ട്, രോഗിക്കുണ്ട്. അത് ഇന്നത് മാത്രമല്ല, ആൻഡ് ടു ബി ഇൻഫോംഡ് മെഡിക്കൽ കോൺസിക്വൻസസ്, അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് അറിയാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ട്. ചിലപ്പോൾ ഒരു സർജറി അവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല, സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും മെഡിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാവാം, അല്ലെ. രോഗിക്ക് അതായത് സമ്മതമല്ലാന്നുണ്ടെങ്കിൽ, താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ രോഗിക്ക് അത് നെഗ്ലക്ട് ചെയ്യാൻ, റിഫ്യൂസ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ മെഡിക്കൽ കോൺസിക്വൻസസും അറിയുന്നതിനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്, റൈറ്റ് ടു പ്രൈവസി ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ കോൺഫിഡൻഷ്യൽ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ രോഗികൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ പൗരന്മാർക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം. പ്രത്യേകിച്ച് ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷൻസും റെക്കോർഡ്സുകളും തികച്ചും എന്തായിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, സ്വകാര്യാത്മകമായിരിക്കണം, അല്ലെ. അവരുടെ വിവരങ്ങൾ ഒരിക്കലും അവരുടെ അനുവാദമില്ലാതെ മറ്റൊരിടത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ്, രോഗിയുടെ പ്രൈവസിയെ മാനിക്കലാണ്. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതുപോലെ തന്നെ രോഗിയുടെ അർജൻസിക്ക് അനുസരിച്ച് ഓരോ രോഗികളുടെയും ഹെൽത്ത് കണ്ടീഷൻ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും എമർജൻസി അല്ലെങ്കിൽ അവരുടെ അർജൻസിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ രോഗികളെ ഇവാലുവേറ്റ് ചെയ്യണം, അവരെ വിലയിരുത്തണം, അവർക്ക് വേണ്ടി സേവനങ്ങൾ കൊടുക്കണം. ആവശ്യമാണെങ്കിൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായിട്ട് അവരെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനും ആശുപത്രികള് തയ്യാറാക്കണം. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അവരുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്, അവർക്ക് ഒരു മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, ഉടനടി അവർക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് അവരെ റെഫർ ചെയ്ത് വിടണം, അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിന് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുണ്ട്, അത് അവരുടെ ജീവന ഹാനികരാവും, അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ ഓരോ രോഗികളുടെയും അർജൻസിക്ക് അനുസരിച്ച് അവരെ വിലയിരുത്തുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കണം. ആവശ്യമെങ്കിൽ അവരെ മെച്ചപ്പെട്ട ചികിത്സ നൽകാനായിട്ട് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യണം, റെഫർ ചെയ്യേണ്ടതും റെഫർ ചെയ്യാനും ആശുപത്രികളെ തയ്യാറാക്കണം. അത് ഒരു രോഗിയുടെ അവകാശമാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ അങ്ങനെ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റെഫർ ചെയ്ത് വിടും. അതോടുകൂടി ഈ ഹോസ്പിറ്റൽ ഉത്തരവാദിത്തം തീരുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യണം, നമ്മൾ എവിടേക്കാണോ രോഗിയെ റെഫർ ചെയ്ത് വിട്ടത് ആ ഹോസ്പിറ്റലുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ നല്ലൊരു ഈ പറയുന്ന ഹോസ്പിറ്റല് എന്ത് ചെയ്തിരിക്കണം, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അവര് തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കാര്യം നമ്മുടെ ഇവിടെ നിന്നാണ് രോഗീനെ കൊണ്ടുപോകുന്നത്, രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹോസ്പിറ്റലിലായിരിക്കും ഉണ്ടായിരിക്കാം, അല്ലെ. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അവരെ റെഫർ ചെയ്ത് വിടുന്ന, പിന്നീട് അവരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എവിടേക്കാണോ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് വിടുന്നത് ആ ഹോസ്പിറ്റലുമായിട്ട് നിലവിലുള്ള ഹോസ്പിറ്റലിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്, റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അതുപോലെ തന്നെ നമ്മൾ ഗവേഷണങ്ങളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, ഈ പറയുന്ന രോഗിക്കുണ്ട്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോ നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തു, അതിനൊരു മെഡിസിൻ, സിമ്പിൾ എക്സാമ്പിളോട് പറയാണ്, ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്തു, നമുക്കത് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ നമ്മളത് പേഷ്യന്റിനാണ് നമ്മളത് പരീക്ഷിക്കുന്നത്.
പ്രത്യേകിച്ച് എസ് എ പാർട്ട് ഓഫ് റിസർച്ച്, അവരുടെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പേഷ്യൻസിനെ ചിലപ്പോൾ അതിന്റെ ഭാഗമാക്കാനൊക്കെ ഭാഗമാക്കാം. അപ്പൊ അതില് വേണമെങ്കിൽ അത് വേണ്ടത് പേഷ്യന്റിന്റെ താല്പര്യമാണ്. പേഷ്യന്റിന് വേണമെങ്കിൽ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ പറയുന്നത് എന്താണ്, ആ ഒരു ഗവേഷണത്തിന്റെ ഭാഗമാകുന്നതിന് നിരസിക്കാനും ആർക്കും അവകാശമുണ്ട്. പേഷ്യന്റിന് അവകാശം ഒരിക്കലും നമുക്കൊരു പേഷ്യന്റിനെ നിർബന്ധിച്ച് ഒരു ഗവേഷണത്തിന്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാക്കാനോ ഒന്നും സാധിക്കില്ല. പേഷ്യന്റ് സമ്മതം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് റിസർച്ചിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ റിസർച്ചിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതും നിരസിക്കുന്നതിനും ആർക്കും അവകാശമുണ്ട്, പേഷ്യന്റിന് അവകാശമുണ്ട്. അടുത്തത് എന്താണ്, റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ ഓർ കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. അതുപോലെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകളിലൊക്കെ അറിയാനും ഡോക്ടറുടെ അവൈലബിലിറ്റി അറിയാനും ഡിസ്ചാർജിന് ശേഷം ഒരു തുടർ പരിശോധന ലഭിക്കുന്നതിനും അവർക്ക് അവകാശമുണ്ട്, അല്ലെ? പിന്നെയോ റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്, അല്ലെ? അതുപോലെ ബില്ലുകള് പരിശോധിക്കാനും ബില്ലുകളുടെ വിശദാംശങ്ങൾ അറിയാനും അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന്. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്, അല്ലെ? ബില്ലുകളുടെ വിശദാംശങ്ങൾ അറിയാനും അല്ലെ അതിന്റെ ബില്ലുകളൊക്കെ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. പിന്നെ പറയുന്നത് റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ അറിയാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിനെ പറ്റി അറിയാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. ഇത്രയും നമ്മൾ പഠിച്ചത് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ വരുന്നത്? മാന്യമായ ഒരു പരിചരണം, അതുപോലെ ഒരു രോഗി തന്റെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പ്രോഗ്നോസിസ് സംബന്ധമായിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു ചികിത്സയ്ക്ക് മുൻപായിട്ട് രോഗിയുടെ സമ്മതമാകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ രോഗി ചെയ്യണം ഡോക്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അവരുടെ കൺസെന്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചികിത്സകളെ നിരസിക്കാനും അതിന്റെ മെഡിക്കൽ പ്രത്യാഘാതങ്ങൾ അറിയാനും രോഗിക്ക് അവകാശമുണ്ട്. അതുപോലെ സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. പിന്നെ ഓരോ രോഗിയുടെയും എമർജൻസിക്ക് അനുസരിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് സേവനങ്ങൾ കൊടുക്കണമേ, അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ആവശ്യമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്ത്. ഇനി റെഫർ ചെയ്ത് വിടുന്ന എവിടേക്കാണോ നമ്മുടെ രോഗിനെ റെഫർ ചെയ്ത് വിടുന്നത് ആ ഹോസ്പിറ്റലുമായിട്ട് എന്താണ് നിലവിലുള്ള ഹോസ്പിറ്റലിൽ എപ്പോഴും വളരെ എന്താ പറയുക നല്ല റിലേഷൻഷിപ്പ് അവരുടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അവരെ അങ്ങനെ എപ്പോഴും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഗവേഷണങ്ങളുടെ ഭാഗമാകുന്നത് നിരസിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോയിന്റ്മെന്റ് അറിയാനും ഡോക്ടറുടെ അവൈലബിലിറ്റി അറിയാനും ഡിസ്ചാർജിന് ശേഷം തുടർ പരിചരണങ്ങൾ ലഭിക്കാനും പേഷ്യന്റ് അവകാശമുണ്ട്. ഹോസ്പിറ്റൽ ബില്ലുകളുടെ വിശദാംശങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. ഹോസ്പിറ്റൽ നിയമങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? പറഞ്ഞോ എല്ലാവരും? കഴിയുന്നില്ല ക്ലാസ്സിലെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറങ്ങിപ്പോവും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് മിസ്സലേനിയസ് ടാക്സസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മറ്റു നിയമങ്ങൾ. ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് പറയുന്നില്ല, ഹോസ്പിറ്റലിനും ബാധകമായിട്ടുള്ള നിയമങ്ങളൊക്കെയാണ്. കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെയൊക്കെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെയാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. 1960 അല്ല കേട്ടോ, 1800 ആണ് കേട്ടോ. അപ്പൊ ഇതിന് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 controls the working and management of institutions established or owned by charitable trust. അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അതായത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങളും അതിന്റെ മാനേജ്മെന്റും ഒക്കെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ നമ്മൾ ഈ ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന
ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾക്ക് ബാധകമായിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഇതനുസരിച്ച് all hospitals in the voluntary sector or non-government organization in the medical care field should be registered under this act കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ സന്നദ്ധ മേഖലയിൽ, അതായത് സന്നദ്ധ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇതാണ് പറയുന്നത് കേട്ടോ. അതായത് മെഡിക്കൽ കെയർ ഫീൽഡിലെ വോളണ്ടറി സെക്ടർ ആണ് പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ സന്നദ്ധ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും അതുപോലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ഇത്തരം സേവാ ഭാരതിയൊക്കെ പോലെയുള്ളത് അവരൊക്കെ ആംബുലൻസും കാര്യങ്ങളുണ്ട് അല്ലെ, ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സേവനങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരം? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുക. നിങ്ങൾ അവിടെ എന്ത് പഠിക്കാം? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷപ്പെടുത്ത 1860. ഇത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ളതാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വ്യവസ്ഥതയിലോ അതിന് കീഴിലോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഈ പറയുന്ന മാനേജ്മെന്റും പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുന്ന ആക്ട് ആണ് കേട്ടോ. ഇനി ഇത് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ആക്ട് ആണ്. അത് പ്രകാരം സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഉണ്ട്. അതായത് സം സ്റ്റേറ്റ്സ് ഹാവ് ഇനാക്ടഡ് their own public charitable trust act which normally controls the detailed working and management of hospitals established by public charitable trust. In such a state, the society should also be registered under the state act. ഇപ്പൊ നമ്മൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള ഒരു ആക്ട് ആണ്. അതുകൂടാതെ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളില് ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കായിട്ട് അതത് സംസ്ഥാനങ്ങള് അവരുടേതായ ചില നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര നിയമങ്ങൾക്ക് പുറമെ ഓരോരോ സംസ്ഥാനങ്ങളില് ചില സംസ്ഥാനങ്ങളില് അവിടെ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതത് സംസ്ഥാനങ്ങൾ അവരുടേതായ ചില നിയമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ വരുമ്പോ അതത് സംസ്ഥാനങ്ങളില് ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങള് അവിടുത്തെ ആ സ്റ്റേറ്റിന്റെ നിയമങ്ങൾ അനുസരിച്ചും എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേരള സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ഇത്തരത്തിലുള്ള ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും സംവിധാനങ്ങളും സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുകൂടാതെ നമ്മുടെ കേരള സ്റ്റേറ്റിന്, നമ്മുടെ കേരള ഗവൺമെന്റിന് ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിന് അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും പ്രകാരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. In such a state, the society should also be registered under the state. അടുത്തത് എന്താണ്? Acts in relation to establishment of hospitals or nursing homes. കേട്ടോ, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽസും നഴ്സിംഗ് ഹോംസുകളുടെയൊക്കെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിയമങ്ങൾ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കാം, there are regional laws in each state controlling the establishment and standards about the hospitals or nursing homes. നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ നഴ്സിംഗ് ഹോംസുകളുടെയൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കകത്ത് പ്രാദേശിക നിയമങ്ങൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. റീജിയണൽ ലോസ് ഉണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, കേന്ദ്ര നിയമങ്ങൾ മാത്രമല്ല സംസ്ഥാന നിയമങ്ങളുണ്ട്, പ്രാദേശിക നിയമങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന എല്ലാ നിയമങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു റീജിയണൽ ലോസ് ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് പറയാവുന്ന ഒരു ആക്ട് ആണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? Any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. അപ്പോൾ ഈ പറയുന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ഏതൊരു സ്ഥാപനം, നമ്മുടെ സ്ഥാപനം ആശുപത്രിയാണ്, അപ്പൊ ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്യണം? പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ ഈ പറഞ്ഞ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്ന് ചെറിയൊരു ഷോപ്പ് തുടങ്ങാൻ ചെയ്തു, ചെറിയൊരു കട നമ്മൾ ഇടുകയെന്ന് വെച്ചായിരിക്കും. നമുക്ക് അങ്ങനെ ഓടിപ്പോയി നമ്മുടെ കനിഷ്ഠ നമുക്കത് ഇടാൻ പറ്റില്ല. നമ്മുടെ പ്രാദേശിക നിയമങ്ങൾ, ലൈസൻസും കാര്യങ്ങളും വരും. നമ്മൾ പഞ്ചായത്തിന് വില്ലേജ് നമുക്ക് പഞ്ചായത്ത് വരും അല്ലെ. കാര്യം നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണെങ്കിലും നമ്മളൊരു ഷോപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ.
അപ്പൊ നമ്മൾ നമ്മുടെ പ്രാദേശിക നിയമങ്ങൾക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടാണ് ലൈസൻസ് നമ്മൾ നേടിയെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, അതായത് കേന്ദ്ര നിയമങ്ങൾ മാത്രമല്ല, സംസ്ഥാന നിയമങ്ങൾ മാത്രമല്ല, അതിനകത്ത് പ്രാദേശിക നിയമങ്ങൾ വരെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത എന്താണ്? The Act is designed to manage the payment of wages, hours of work, leave, holiday, terms of service and other work conditions of people who are employed in the shop. അതായത് ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നമ്മൾ എന്തനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ജോലി സംബന്ധമായിട്ട് വരുന്ന പേയ്മെന്റ് ഓഫ് വേജസ്, ജോലിയുടെ വേതനം, അതുപോലെ ജോലി സമയം, അവധി ദിവസങ്ങള്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും അല്ലെ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ആക്ട് ആണ് PCPNGT ആക്ട് കേട്ടോ. എന്താണ് PCPNGT ആക്ട്? ആദ്യം ഇതിന്റെ ഫുൾ ഫോം പഠിക്കാം കേട്ടോ. എന്താണ്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട്. രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. PCPNGTയുടെ ഫുൾ ഫോം പഠിക്കുക. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് എന്നാണ്. ആ ഒരു ആക്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് കേട്ടോ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എന്താണ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നമ്മള് എന്താണ് നിയമപരമായിട്ട് നടത്താൻ പാടില്ല അല്ലെ. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നമ്മള് ആണാണോ പെണ്ണാണോ എന്ന് നോക്കാൻ പാടില്ല എന്നുള്ള നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടുള്ളൊരു നിയമമാണ് അല്ലെ. എന്തുകൊണ്ടാണ് ഈ നിയമം വരാനൊരു റീസൺ ഉണ്ട്? എന്ത് നിയമങ്ങളും വരുന്നതിന് പുറകിലൊരു കാരണം ഉണ്ടാവും അല്ലെ. അപ്പൊ നോക്കിയേ, the PCPNGT Act was approved on 20th September 1994. എല്ലാം ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഏതാണ് വർഷം? 1994 ആണ്. 1994 സെപ്റ്റംബർ 20 കേട്ടോ. ഓക്കെ, അപ്പൊ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് അഥവാ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് it is statute approved to stop the female feticide that has resulted in declining the female sex ratio in India. അതായത് നമ്മുടെ ഇന്ത്യയില് പെൺഭ്രൂണഹത്യക്ക് കാരണമായ സാഹചര്യങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ഇപ്പൊ മനസ്സിലായ ആക്ട് വരാനുണ്ടായ റീസൺ എന്താണ്? ടു അവോയ്ഡ് ദ ഫീമെയിൽ ഫെറ്റിസൈഡ് അല്ലെ, പെൺഭ്രൂണഹത്യ. അതായത് ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ 1994 മുമ്പ് വരെയുള്ള കാലഘട്ടത്തില് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുമായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ല, പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, പുറത്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഇന്നത്തെ കാലഘട്ടം പോലെയല്ലല്ലോ. പണ്ടത്തെ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളെയൊക്കെ ഒരു കുടുംബത്തിന്റെ ഒരു ഭാരമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ പെൺകുട്ടികളെ ഇപ്പൊ ഗർഭാവസ്ഥയിൽ പെൺകുട്ടി അതിന് ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ അബോർഷൻ ചെയ്ത് കളയാം. അങ്ങനെയൊക്കെ വന്നപ്പോ എന്തുണ്ടായെന്നറിയോ? നമ്മുടെ ഇന്ത്യയില് സ്ത്രീകളുടെ അനുപാതം ഇതിനെയൊക്കെ കുറയാൻ തുടങ്ങി. സ്ത്രീ പുരുഷ അനുപാതം ഉണ്ടല്ലോ, അതിന് സ്ത്രീകളുടെ എണ്ണം വളരെയധികം കുറയാനായിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു എന്താണ് ഒരു ഫീമെയിൽ സെക്സ് റേഷ്യോ കുറയുന്നതിന് കാരണമായ ഫീമെയിൽ ഫെറ്റിസൈഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇതെന്തല്ല, അപ്രൂവ്ഡ് അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. അവർക്കറിയാം, സ്കാനിങ്ങിൽ അറിയാൻ പറ്റും അതാ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റും. പക്ഷെ എന്താണ്, കൊച്ചിന്റെ ലിംഗനിർണയം നമ്മൾ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഈ ആക്ട് പ്രകാരം പാടില്ല. കാര്യം ഡോക്ടർമാർക്ക് അറിയാൻ പറ്റുന്ന ആണാണോ പെണ്ണാണോ എന്ന്, പക്ഷെ അത് പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഏത് പ്രകാരം? ഈ ഒരു ആക്ട് അനുസരിച്ച്. ഓക്കെ, അടുത്തതാണ് എന്ത്? MTP ആക്ട് അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്താണ് ഈ ആക്ട് പ്രകാരം? അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, എടുത്തു പറയുക, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് നിയമപരമായിട്ട് അനുവാദം നൽകുന്ന ഒരു ആക്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പ്രസവം നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതല്ലാതെ ചില പ്രത്യേക സാഹചര്യത്തില് സ്ത്രീകൾക്ക് അവരുടെ പ്രഗ്നൻസി എന്ത് ചെയ്യാം, അത് അവസാനിപ്പിക്കാനായിട്ട് നിയമപരമായിട്ട് അനുവദിക്കുന്ന ഒരു ആക്ടാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന അബോർഷൻ അങ്ങനെയുള്ള അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതും പ്രത്യേകം എടുത്തു പറയണ ചില പ്രത്യേക സാഹചര്യത്തില് അങ്ങനെ മാത്രമാണ് അനുവദിക്കുള്ളത്. പ്രത്യേകം രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമാണ് അങ്ങനെ ചെയ്യാനുള്ള സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ഉള്ളൂ. പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ ചില കുട്ടികള് വളരെ സ്കാനിങ്ങിലൊക്കെ നോക്കുമ്പോൾ വളരെ വൈകല്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് MPP പ്രകാരം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. തീരെ വൈകല്യങ്ങളുള്ള കുഞ്ഞ് പിന്നെ ചില കുഞ്ഞുങ്ങളുടെ വളർച്ച അമ്മയുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലെ സാഹചര്യങ്ങൾ വരാം, അങ്ങനെയൊക്കെ വരാമല്ലോ. അതുപോലെ തന്നെ നമ്മളെ റേപ്പ് വിക്ടിംസ് ഒക്കെ ഇല്ല, പ്രായപൂർത്തിയാക്കാത്ത കുട്ടികള് പ്രഗ്നന്റ് ആവാം, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലൊക്കെ ചില പ്രത്യേക കോടതിയുടെ അനുമതിയോടുകൂടിയാണ് കേട്ടോ. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകളുടെ അവരുടെ ഗർഭം അവസാനിപ്പിക്കാനായിട്ട് അനുവദിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് FGT Act 1971 എന്ന് പറയുന്നത് കേട്ടോ. It is an act to provide for the stoppage of certain pregnancies by the registered medical practitioners and for matters related. Registered ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമേ ഇത് അനുവാദം നൽകുന്നുള്ളൂ. ആക്ട് പഠിച്ചു കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. ഏതാണ് വർഷം? 1998, 1998. ഓക്കെ, ഇത് നിങ്ങൾ ഒരു വർഷം പഠിച്ചിട്ടുണ്ടാവും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വേറെ ചാപ്റ്റർ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. 1998 ഈ ഒരു നിയമം നിലവിൽ വരുന്നത് കേട്ടോ. The Biomedical Waste Management Handling Rules came into operation in 1998. Biomedical waste must not be mixed with other waste. ഈ ഒരു ആക്ട് അനുസരിച്ച് ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളത്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ധാരാളം വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് വേസ്റ്റ് ദാറ്റ് ഇസ് കണ്ടാമിനേറ്റഡ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ഇങ്ങനെയുള്ളതായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്. പാത്തോളജിക്കൽ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസ് ആൻഡ് സെൽസ് റിമൂവ് ഡ്യൂറിംഗ് സർജറിയുടെ സമയത്ത്, ഓട്ടോപ്സി സമയത്തൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഈ പറയുന്ന ബോഡി പാർട്സുകളും ഓർഗൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. പാത്തോളജിക്കൽ വേസ്റ്റ് ഉണ്ടാവും, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് അല്ലെ പല ടൈപ്പ് ഓഫ് ഒത്തിരി വേസ്റ്റുകൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇത്തരം വേസ്റ്റുകൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പരസ്പരം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി sorted out of containers or bags at the points of generation before its storage, transportation, treatment and disposal. അപ്പൊ നമ്മൾ എപ്പോഴും ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് എവിടെ നിന്നാണോ ഉണ്ടാകുന്നത് അവിടെ വെച്ച് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതൊരു ഒരു സോർട്ട് ചെയ്യുക ഒരു സൈഡില്, അതുപോലെ പാത്തോളജിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യണം. എവിടെ നിന്നാണോ ആ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അത് നമ്മൾ പ്രത്യേകം സോർട്ട് ചെയ്യണം. പ്രത്യേകം ബാഗുകളിലും കണ്ടെയ്നറിലായിട്ട് നമ്മൾ സോർട്ട് ചെയ്യണം. തിരിച്ചതിന് ശേഷം മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്പോസ് ചെയ്യാനും മറ്റ് ട്രാൻസ്പോർട്ടേഷനും ട്രീറ്റ്മെന്റും ഡിസ്പോസലൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇത് ഏത് ആക്ട് പ്രകാരമാണ് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ്. ഓർത്താൽ മതി കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റ് വേസ്റ്റുകളായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി. ആ 8 എന്ന് പറയുമ്പോൾ 1998 ഇതിന്റെ പണി കിട്ടുന്ന വിചാരിച്ചു. അടുത്തതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. നമ്മൾ ഇത്രയും പഠിച്ച ആക്ടില് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് നമുക്ക് പറയുന്നത് ഇതാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ഇതാണ് പറയുന്നത് an act to ban violence against healthcare service personnel and to prevent damage and loss to property in healthcare service institutions and for matters related to it. അതായത് നമ്മൾ ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ അവിടെ ജോലി ചെയ്ത ആശുപത്രി ജീവനക്കാർക്കെതിരായിട്ടുള്ള അക്രമങ്ങളും മറ്റും തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണിത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് കേട്ടോ. ഏതാണ് വർഷം? 2012. നമ്മുടെ നാട്ടിൽ തന്നെ നടക്കാറില്ലേ? ഇപ്പൊ ഡോക്ടേഴ്സിനെ കൈകാര്യം ചെയ്യാം അല്ലെ, അങ്ങനെ പല ഡോക്ടർ കൊല്ലപ്പെട്ടിട്ട് വരില്ല അല്ലെ. ഡോക്ടറിനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ആശുപത്രിയിലെ സാധന സാമഗ്രി തട്ടി കുളിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആശുപത്രികളിൽ അവിടെ വർക്ക് ചെയ്ത ജീവനക്കാർക്കൊക്കെ ഉണ്ടാകുന്ന അവർക്കെതിരായിട്ടുള്ള അക്രമം അല്ലെ അത് തടയുന്നതിനും നിരോധിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ഓക്കെ,
to prevent damage and loss to property, health and service institution and for matters related. Okay, ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എന്താണ്, എത്തിക്സ് എന്താണ്, ലോ എന്താണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ അവയർനെസ് ഉണ്ടാകുന്നതിന്റെ റീസൺ എന്തായിരിക്കേണ്ടതിന്റെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ റീസൺ എന്താണ്, പിന്നെ എന്താണ് MLC, FLC എക്സാമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ആക്ടുകൾ ജനറൽ ആയിട്ട് ഒരു 10 ആക്ടുകൾ പഠിച്ചു. ടോർട്ട് നിയമം അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് മനസ്സിലാക്കി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആക്ടുകള് ഒന്ന് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1850, അതുപോലെ തന്നെ MTP ആക്ട് 1971, PCPNDT ആക്ട് 1994, അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡിൽ റൂൾസ് 1998, പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2002. ഇത്രയുമാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും വേനൽക്കാലമാണ്, നല്ലോണം വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കാം. അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. പാമ്പിന്റെ ശല്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. ഇന്നിപ്പോ രാവിലെ ന്യൂസിൽ പറയുന്നത് കേട്ടു, ഇവിടെ എത്രയോ ആളുകൾക്ക് പാമ്പിന്റെ കടിയേറ്റിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ചങ്ങാതി ചൂട് കൂടുതലല്ല, അപ്പൊ നിങ്ങളൊക്കെ നാളത്തേക്ക് ഇറങ്ങി നടക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഞാന് എന്റെ കുഞ്ഞ് മോള് ചെറുതായിരുന്ന സമയത്ത്, മോളൊരു അംഗനവാടിയിലൊക്കെ ഒരു 3-3.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് എന്റെ മോള് ഇതേപോലെ ഞാനും മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. അപ്പൊ ഈ പറഞ്ഞാല് ഞാൻ അവളെ അംഗനവാടിയിൽ കൊണ്ടുവന്നിട്ടേ ഞാൻ ബാക്കിൽ അടക്കാൻ നിൽക്കായിരുന്നു. അപ്പൊ ഈ വീടിന്റെ സൈഡിൽ ഇങ്ങനെ ഓടി കളിച്ച് നടക്കണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ഞാൻ വിളിച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയാം, കൊച്ചിന്റെ അകത്ത് കൂടെ ഒരു പാമ്പ് ഇങ്ങനെ പോവാ. അതാണ് ഞാൻ കണ്ടത്. പാമ്പ് എന്താണെന്ന് മനസ്സിലായി. കൊച്ചി ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പാമ്പ് ഇങ്ങനെ പോണ കണ്ടാവും. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പാമ്പിനെ കടിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ കുഞ്ഞിനെ എടുത്ത് ഞാൻ നോക്കി, ബൈക്ക് മാർക്കൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞാൻ അത് വിഷമിച്ച് ഞാൻ അടുത്ത വീട്ടിലുള്ള ഞങ്ങളുടെ അടുത്താണ് അങ്കമാലി വിറ്റിട്ടുള്ള ഹോസ്പിറ്റൽ. അങ്കമാലി ഹോസ്പിറ്റല് ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ തന്നെ ഉടനെ കൊണ്ടുപോയി. കാരണം ബൈക്ക് മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ടെൻഷനായിട്ട്. അപ്പൊ ഡോക്ടറൊക്കെ നോക്കിയപ്പോ നേരെ ബൈക്ക് മാർക്കൊന്നും കാണാനില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരൊരു വലിയ ചാർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നത്. അപ്പൊ അതിൽ കുറെ പാമ്പിന്റെ പടങ്ങളും കാര്യങ്ങളൊക്കെ അത് ഏത് പാമ്പാണെന്ന് ചോദിച്ചു. എനിക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചൊന്നും അറിയില്ല. പാമ്പ് എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഇതിങ്ങനെ പാഞ്ഞു പോകുമ്പോഴേ അങ്ങനെ കണ്ടു. അങ്ങനെ പിന്നീട് പിന്നെ അവര് എന്തെങ്കിലും വെച്ചാൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് കടിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അടുത്ത് വന്നപ്പോ ഇതുവരെ 10 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞിന്റെ കടിച്ചിട്ട് അതൊക്കെ പെട്ടെന്ന് എഴുതി പോയിട്ടുണ്ടാവും. പക്ഷെ കടിച്ചവരെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ തന്നെ അവരൊരു ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ബ്ലഡ് എടുത്തോണ്ടിരിക്കും. എന്നിട്ട് അവര് ഇവനെ കൊണ്ടുവന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. കുഞ്ഞും കുറെ ബുദ്ധിമുട്ടി. അവസാനം കുറെ ടെസ്റ്റ് ചെയ്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇൻ കേസ് അങ്ങനെ തന്നെ ഡിറ്റക്ട് ചെയ്താണെങ്കിൽ ICUലോട്ടൊക്കെ മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പേടിച്ചൊരു സംഭവമാണ്. അത് നിസ്സാരമായിട്ട് കാണണ്ട, ശ്രദ്ധിക്കാം രാവിലെ കേട്ടോ. ശരി, വീട്ടിലുണ്ടായൊരു കാര്യമാണ്. ശരിക്കും ഇതായിപ്പോയി. പ്രത്യേകിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടില്, ഞാനും കൊച്ചും മാത്രമേ. കുഞ്ഞിന്റെ കാര്യമൊക്കെ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. ഒരു കാര്യത്തിന് അപ്പുറത്തെ വീട്ടില് ഈ പറഞ്ഞ ചേട്ടൻ്റെ വേഗം ഓടി വന്നവര് അവരുടെ വീട്ടിലാണെങ്കിൽ ഈ പറഞ്ഞോളം കാറ് എടുക്കാനായിട്ട് മോനുണ്ടായിരുന്നു. എന്നിട്ട് മോനെ വേഗം വിളിച്ചു വരുത്തി വേഗം കൊണ്ടുപോയി എല്ലാത്തിലോട്ടും കൊണ്ടുപോയി. അതൊന്ന് പേടിച്ചു പോയി. ശരിക്കും ശ്രദ്ധിക്കാം. എങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്താണ്? ഞാൻ ലേറ്റ് ആയിപ്പോയി. ലാസ്റ്റ് എത്തിയ കയ്യാറപ്പോ ഞാൻ ചോദിച്ചത്, ഞാൻ സൗദയിലെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചുള്ളത്. ഞാൻ സൗദയാണ് ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു, കാല് വയ്യായിട്ട്. ആണോ?
ആ ഡോക്ടറെ എല്ലിനെന്തോ ഒരാഴ്ചക്ക് ഗുളിക എന്നൊക്കെ എല്ലിനെന്തോ ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞു. ശരി, എന്നിട്ട് സൗദ ഡോക്ടർ പറഞ്ഞ പോലെ നോക്കൂട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നത്തെ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അത് കാണാം കേട്ടോ. അത് കണ്ടു. ഡോക്ടർ ചോദിച്ചോ, ക്ലാസ്സിൽ എന്തെങ്കിലും അത് കണ്ടിട്ട് സംശയം ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.